എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ശനിയാഴ്ച രാവിലെയാണ്. അപ്പോൾ ശനിയാഴ്ചയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ശനി ഞായർ ഞാൻ വീഡിയോ ഇടൂല. ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ വീഡിയോ ഇടണ്ട എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വർക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു തീരുമാനത്തിന് രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ കിച്ചണിൽ വന്ന് വെള്ളയപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ച്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവിൽ നമ്മൾ തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പച്ചരി, ഒരു വളരെ കുറച്ച് തേങ്ങ, പിന്നെ ഈസ്റ്റ്, പഞ്ചസാര, ഇത്തിരി ചോറ്, ഒരു 2 ടേബിൾ സ്പൂണോളം ചോറ്, ഒരു കപ്പരിക്ക് 2 ടേബിൾ സ്പൂണോളം ചോറ്. എന്നിട്ടത് നികക്കെ, അതായത് എടുക്കണം വെള്ളം. കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കളയേണ്ടി വരും. അപ്പോൾ അത് കളയാതെ എല്ലാം കൂടി ചേർത്ത് അരക്കാൻ പറ്റിയ പരുവത്തിൽ വളരെ കുറച്ച് വെള്ളം ഇങ്ങനെ വളരെ മുകളിൽ ഒരു കറക്റ്റായിട്ടുള്ള ലെവലിൽ മാത്രം. കൂടുതലായി കഴിഞ്ഞാൽ നമ്മളത് വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വിചാരിച്ച രീതിയിൽ പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ കളയാൻ പാടില്ല അതിനകത്തത്തെ വെള്ളം. അപ്പോൾ ആ ഒരു കണക്കിന് ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് രാത്രി മൊത്തത്തിൽ ഈസ്റ്റ് എല്ലാം ചേർത്ത് കുതിർത്ത അരിയാണ് ഇപ്പോൾ അരച്ചാക്കി വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് പൊങ്ങി വരും. അപ്പോൾ ഞാൻ സാധാരണ ദിവസങ്ങളിൽ വീഡിയോ വർക്കാണല്ലോ രാവിലെ ചെയ്യണത്. അപ്പോൾ ശനിയാഴ്ച എന്തായാലും വീഡിയോ ഇടണ്ട, അതുകൊണ്ട് തന്നെ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർന്നെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഒരുപാട് സമയമുണ്ടല്ലോ, അന്നേ പിന്നെ ആ വീഡിയോ കൊണ്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ആ വീഡിയോക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ്, വെള്ളിയാഴ്ചത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ശനിയാഴ്ച രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണികളെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ വീഡിയോ വർക്കിന് പോയത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം കിട്ടി, അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഇട്ടതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വീഡിയോ ഇട്ട ആ ദിവസക്കാരോട് കാണിക്കുന്നത് രാവിലെ ഇതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവും അരച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ സ്റ്റൂവിന് വേണ്ടിയിട്ട് കുറച്ചധികം ദിവസമായിട്ട് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് നാശമാകണയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് എടുത്ത് ഉപയോഗിച്ചേക്കാം എന്നും വിചാരിച്ച് അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി നെയ്യിലുണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും ഒന്നിലുണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് കാണില്ല. നോൺ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് നെയ്യ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ല, ബീഫൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചിക്കനൊക്കെ ആകുമ്പോഴത്തേക്കും മട്ടൺ ഇതെന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു രുചിയുണ്ട്. ഇതിനത്ര വലിയ ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യിൽ തന്നെയാണ് മുഴുവൻ മസാല പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള എന്താണ് വെജിറ്റബിൾ സ്റ്റൂ ആണിത്. വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബീൻസും ഗ്രീൻ പീസ് അതൊക്കെ ഇട്ടോ, ഇത് നമ്മുടെ കോളിഫ്ലവർ അതൊക്കെ ഇടുമ്പോൾ നല്ലതാണ്. എൻ്റെ കയ്യിൽ 2 സാധനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് 2 ഇട്ടേക്കണം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, വേപ്പിലെല്ലാം കൂടി ഇട്ടൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഏലക്ക, പട്ട, കറയാമ്പൂ അത് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇതെല്ലാം കൂടി എടുത്തിട്ടത് കേട്ടോ. അത് ചെറിയൊരു രീതിയിൽ ഒന്നങ്ങോട്ട് തളർന്ന് വരുമ്പോൾ കളറ് മാറേണ്ട ആവശ്യമില്ല. കളറ് മാറിയാൽ സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ്, കാരണം ഞാൻ തേങ്ങ പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല. ഇടപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പിഴിയാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് വളരെ കുറച്ച് മാത്രം കേട്ടോ. എന്നിട്ട് അത് ഒരു വിസിലങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം, കൂടുതൽ വേവൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് തന്നെ എടുത്ത് മിക്സിയിൽ ഒരു ഇത്തിരി അടിച്ച് ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കയ്യിലുകൊണ്ട് ഉടച്ചിട്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് പീസസ് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൂ വെള്ളം പോലെ ഇരിക്കും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ മൈദ റോസ്റ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ എനിക്ക് ഇത്തിരി ഈ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഇഷ്ടമാണ്. ഇപ്പോൾ ഏതായാലും ഞാൻ ഫ്രഷ് ക്രീം അങ്ങനെ മേടിക്കാത്തതുകൊണ്ട് അതിട്ടില്ല. ഫ്രഷ് ക്രീമും കൂടി ഇടണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ വേണം കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട്. ഫ്രഷ് ക്രീമിൽ മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ പറ്റുന്ന പോലെ മടുപ്പൊക്കെ തോന്നും. അപ്പോൾ ഫ്രഷ് ക്രീം ഒരു പേരിന് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, കാരണം നമ്മളുടെ ഇത് നോണിൽ ഒന്നും കാഷ്യൂനട്ട് ഇട്ടില്ലെങ്കിൽ
നല്ല ടേസ്റ്റാണ്. ഇതിൽ ടേസ്റ്റ് കുറവ് ആയിരിക്കും എന്തായാലും, ഉറപ്പാണ്, വെജിറ്റബിൾ സ്റ്റ്യൂ അല്ലേ. അപ്പോൾ അത് നമുക്ക് കാഷ്യൂനട്ടൊക്കെ അരച്ചിടുകയോ പിന്നെ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് ഗാർണിഷ് ചെയ്ത് ഇടുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഇങ്ങനെ ഈ ഒരു നെയ്യിട്ട് താളിച്ചെടുത്തു കഴിഞ്ഞാലും ഈ വെജിറ്റബിൾ സ്റ്റ്യൂ നല്ലത് തന്നെയാണ്. എങ്കിലും കൂടുതൽ ടേസ്റ്റൊക്കെ ആക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ഞാനൊന്ന് ഉടച്ച് ഇത് മരത്തവി കൊണ്ട് തന്നെ ഉടക്കുമ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് ഉടച്ച്, അപ്പോൾ ഇത്തിരി തിരക്ക് പിടിച്ചാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് വേറെ പാത്രത്തിലേക്കൊന്നും ആ തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല. വേഗം ചെയ്തുകൊണ്ടാണ് തീർന്നത്. ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ടാണ് തീർന്നത് കേട്ടോ. അപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ വീഡിയോ ഇടാല്ല, ഇത്രയും സമയമല്ലേ ആയിട്ടുള്ളൂ, അന്നേ പിന്നെ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്ത് തീർത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓടിപ്പോയിട്ട് വീഡിയോ വർക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഷാജി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീൻ എന്തെങ്കിലും വേണോ, കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, ചാളയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചാള കൊണ്ടുവന്നാൽ മതി, ചെമ്മീനും കരിമീനൊന്നും വേണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ മീനും വരും, അതിന് മുൻപ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കണം. അപ്പോൾ സ്റ്റൂ വേഗം പാത്രത്തിൽ നിന്നൊക്കെ മാറ്റി ഇനി പപ്പക്ക് കഴിക്കാനുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ വർക്കിനിരിക്കണേ. പിന്നെ റയനൊക്കെ എഴുന്നേറ്റ് ഞാനും റയനും കൂടിയൊക്കെ സാവധാനം കഴിക്കുള്ളൂ. അപ്പോൾ അധികം വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടില്ല, കാരണം റയൻ 2 മാത്രമേ കഴിക്കുള്ളൂ, അതിൽ കൂടുതൽ എങ്ങനെയായാലും കഴിക്കില്ല. അപ്പോൾ നമ്മൾ കൂടുതലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കുറച്ചുകൂടി ഹാർഡാകും. അങ്ങനെയൊക്കെ ഒന്നാമത് അരിയരച്ചുണ്ടാക്കുന്ന അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡാകും. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കാണ് വന്നേക്കണത്. കുറച്ചുകൂടി ലൂസായിട്ട് ആയിരുന്നെങ്കിൽ കുറേയും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, നേരെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങിയൊക്കെ വരും. എങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോൾ അത് പൊങ്ങിയില്ലെങ്കിൽ പിന്നെ കുറേ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി ഇടുമ്പോഴത്തേക്കും എപ്പോഴും അടച്ചടച്ച് വെക്കണം പാത്രം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും വെള്ളയപ്പം. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോവുകയും ചെയ്യും. അത് ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് എല്ലാ പലഹാരങ്ങളും. അപ്പോൾ ചാള ഇത് മാത്രമായിട്ട് ഞാൻ മേടിച്ചിട്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഷാജി മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റയൻ പോയിട്ട് അത് മേടിച്ച് ഞാൻ പറഞ്ഞേൽപ്പിച്ചേക്കണോണ്ട് ഒരു കവറിൽ കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ കണക്കൊന്നും നോക്കാനില്ല, റയൻ അത് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് മീൻ വെട്ടിയത്. നല്ല രീതിയിൽ വേർതിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് മീനൊക്കെ വെട്ടിയത്. അപ്പോൾ ചിലവർ വിചാരിക്കും കുളി കഴിഞ്ഞിട്ടാണ് ആ മീൻ വെട്ടണത്, മീൻ വെട്ടി കഴിഞ്ഞിട്ട് കുളിച്ചാൽ പോരായിരുന്നില്ലേന്ന്. അപ്പോൾ എനിക്ക് ആ സമയത്ത് മീൻ വെട്ടാനുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ വെട്ടിയിട്ടേ കുളിക്കുള്ളൂ. പക്ഷേ ചില സമയത്ത് ഒട്ടും തന്നെ പറ്റൂല, ഇനി കുളിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ടേ മറ്റുള്ള പണി ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എനിക്കങ്ങനെ കുളിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പോയി കുളിച്ചുടുപ്പ് മാറി വന്ന്. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, കാലത്ത് ആ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് കൂടുതൽ ജോലികൾ ചെയ്യാൻ പറ്റൂല. ഇപ്പം പിന്നെ ഞാൻ ഫ്രോക്ക് നൈറ്റി ഇടുന്നതുകൊണ്ട് പിന്നെയും വലിയ കുഴപ്പം കൂടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊരു ചുരിദാറിൻ്റെ ടോപ്പ് പോലെ തന്നെയൊക്കെ ഇരിക്കുമല്ല. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചുരിദാറും പാൻറ്റൊക്കെ ഇടണം. അല്ലാതെ ചുരിദാറിനൊരു അണ്ടർസ്കർട്ട് ഇട്ടാലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും പാൻറ്റൊക്കെ ഇട്ട് നിന്നിട്ട് ചെയ്യുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം. ലെഗിങ്സൊക്കെ ഇട്ട് നിന്ന് ജോലി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ പണ്ടേ ശീലിച്ചതുകൊണ്ടാണ് അത് അങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ എല്ലാവരും കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമല്ല, സ്ലാക്ക് ഇതിടാൻ. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ലെഗിങ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ചൂട് വരെ കുറയണ പോലെ തോന്നും ലെഗിങ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ എല്ലാവരുടെയും ശീലം പലതാണ്. അങ്ങനെ മീനെല്ലാം പുരട്ടി വെച്ച് ചാള 3 ഭാഗമായിട്ട് 2 ഭാഗം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച്, ഒരു ഭാഗമാണ് ഇപ്പോൾ കൂടുതലുള്ളതാണ് ഈ വറുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ മീനിൻ്റെ കറി ബാക്കിയുണ്ട്, അതുകൊണ്ട് ചാള വറുത്ത മാത്രം മതിയായിരുന്നു കേട്ടോ. വേറൊരു കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. പിന്നെ വൈകുന്നേരം ഒരു ചായ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതേ പള്ളിയിലേക്കാണ് പോണത്. പപ്പ എന്നെ കൊണ്ടുപോയി ആക്കി തന്നെയാണ്. പപ്പ വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെ എന്നെ കൊണ്ടുപോയി ആക്കി തന്നെയാണ് കേട്ടോ. 7:30 മണിക്ക് ഞങ്ങൾ ഭാരവാഹികൾക്ക് വേണ്ടി മാത്രം അമരാവതിയിൽ ഞങ്ങളുടെ സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ചിൽ കുർബാനയിട്ട് ഞങ്ങളുടെ പാരിഷ്. അപ്പോൾ അച്ഛന്മാരെല്ലാവരും എല്ലാ പള്ളിയിൽ നിന്നും കൊച്ചുരൂപതയിലെ അച്ഛന്മാരെല്ലാവരും ട്രാൻസ്ഫർ ആകണേണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം അച്ഛൻ വെച്ചതാണ് കേട്ടോ. പ്രിൻസ് അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ വികാരി അച്ഛൻ പ്രിൻസ് അച്ഛനാണ്.
പിന്നെ ജോസ് പൊളച്ചനാണ് ഞങ്ങളുടെ കൊച്ചച്ഛൻ കേട്ടോ, സഹവികാരി, അസിസ്റ്റൻ്റ് അച്ഛൻ. അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ അമരാവതിയിൽ കൂടിയാണ് ഈ പോണത് കേട്ടോ. ഈ അമരാവതി വഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കൺജസ്റ്റഡാണ്, നമുക്ക് വണ്ടി വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പള്ളി, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഫുൾ എയർ കണ്ടീഷൻ പള്ളിയാണ് കേട്ടോ. അത് ഈ പ്രിൻസ് അച്ഛനാണ് അങ്ങനെയൊക്കെ ആക്കിയത്. ഒരുപാട് പുരോഗമനങ്ങളൊക്കെ വന്നത് പ്രിൻസ് അച്ഛനിലൂടെയായിരുന്നു നമ്മുടെ പള്ളിക്ക് പുരോഗമനങ്ങൾ ഉണ്ടായത്. ഒരുപാട് റിനോവേഷൻസ് ഒക്കെ ചെയ്ത് പുള്ളി. പള്ളിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഹോളിൽ വന്നപ്പോഴത്തേക്കുമാണ് ആദ്യം ഒരു കുഞ്ഞൊരു വീഡിയോ എടുത്ത്. എനിക്ക് അങ്ങനെ പുറത്ത് പോയി വീഡിയോ എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അവിടെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു കുറേ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നോൺ തന്നെയായിട്ടുള്ള ഡിന്നറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡിന്നറെല്ലാം കഴിച്ച് അച്ഛനോടൊപ്പം ഓരോരുത്തരും ഞങ്ങൾ നിന്ന് ഓരോരോ ഫോട്ടോ എടുത്ത് അച്ഛൻ നിർബന്ധമായിട്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും നിന്ന് സിംഗിളായിട്ട് നമ്മളെ മാത്രം നിർത്തിയിട്ട് അച്ഛനോടൊപ്പം ഫോട്ടോ എടുത്ത് അതിനുശേഷം ഒരു വുഡൻ മെമൻറ്റോയും തന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരെയും അച്ഛൻ വിട്ടത്. ഇപ്പോഴും പ്രോഗ്രാമൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ജാൻസിയാണ് എൻ്റെ കൂടെയുള്ളത് കേട്ടോ, എൻ്റെ വീടിൻ്റെ പുറകിലുള്ള. അപ്പോൾ ജാൻസിയുടെ വീട്ടിലേക്കും പോയി പിന്നെ ഞാൻ ഒറ്റക്കാർന്ന് എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നല്ല രീതിക്ക് വൈകുമെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വാട്സാപ്പിലൂടെ റൈൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച് പപ്പക്കും ഭക്ഷണം എടുത്ത് കൊടുക്കും, നീ കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ 9 മണിക്കൊക്കെ അവർ കഴിക്കണതല്ലേ, പിന്നെ ഞാൻ വരാൻ ലേറ്റാവും. അങ്ങനെ ഞാൻ വാട്സാപ്പ് ചെയ്തതോട് കൂടിയിട്ട് അവർ രണ്ടാളും ഭക്ഷണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ തിരിച്ച് ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരാൻ വാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ല. വെറുതെ എന്തിനാ ശല്യം ചെയ്യണേ. ഏതായാലും ജാൻസിക്ക് കൂട്ടി ഞാനും എനിക്ക് കൂട്ടി ജാൻസിയായിട്ട് ഞാനിങ്ങോട്ട് പോകുന്നട്ടാ. അപ്പോൾ അവിടെ ഇപ്പം മണി 10:45 ഞങ്ങൾ വന്നപ്പോഴേക്കും. പക്ഷെ അവിടെ ഭക്ഷണം പോലും എടുക്കാതെ ഒരുപാട് പേര് പ്രോഗ്രാമൊക്കെ ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പള്ളിയുടെ അടുത്തൊക്കെ തന്നെ ആളുകളാണ് കേട്ടോ. നമ്മൾക്ക് കുറച്ച് ദൂരമുണ്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട്. പിന്നെ ഗിൽഡേയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 10:45 തിരിച്ച് വീട്ടിലെത്തി. മമ്മിയുടെ പോയി ആ പോ മമ്മി വരാം കേട്ടാ. മമ്മി വരാ. തൊണ്ട കെട്ടിയാ കുഞ്ഞിൻ്റെ ബാ. അപ്പോൾ ഇതാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന മൊമെൻറ്റോ. ഈ സാധനം പല പല ഷേപ്പിൽ ഓരോ, ഇപ്പോൾ സെക്രട്ടറിക്ക് ഈ ഒരു ഷേപ്പാണെങ്കിൽ കൺവീനർക്ക് വേറൊരു ഷേപ്പ്, അങ്ങനെ 9 ഭാരവാഹികളാണ് ഓരോ യൂണിറ്റിലുള്ളത്. 35 യൂണിറ്റ് ഉണ്ട്. അതിൽ 9 പേര് വെച്ച് എല്ലാവർക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ സൺഡേ വീഡിയോ കൂടി ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ 5 മണിക്ക് തന്നെ ഞാൻ പപ്പ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് കാപ്പിയൊക്കെ ഇട്ട് പപ്പ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങണം. 6:30 മണിയായിട്ടുള്ളൂ. 6:45 കുർബാന. അത് ബസിലിക്ക ചർച്ചിലാണ് ഞങ്ങളിപ്പോൾ പോകണം കേട്ടോ, ഫോർട്ട് കൊച്ചിയിൽ ബസിലിക്ക ചർച്ചിൽ. അപ്പോൾ അങ്ങോട്ടാണ് പോകണം. അപ്പോൾ ഞാൻ ഈ പൂക്കളുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ മെയ് ഫ്ലവർ അങ്ങനെ എന്തോ അതിന് പറയൂലേ, അതിലൊരുപാട് പൂവിട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ബൊഗൈൻ വില്ല നല്ല രീതിയിൽ പൂവിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും ഇനി നല്ല പടർന്ന് പന്തലിച്ച് വന്നോളും. അപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങണത് വല്ലപ്പോഴുമാണ് സത്യത്തിൽ. ഞാൻ മുറ്റത്തേക്ക് വരെ അധികം ഇറങ്ങാറില്ല, കാരണം മുറ്റമെല്ലാം ക്ലീൻ ചെയ്യണ പപ്പയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുറ്റത്തേക്കൊന്നും ഇറങ്ങാറില്ല. മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ രാത്രി ഇറങ്ങോട്ടെ. ഞാൻ വെറുതെ ഇങ്ങനെ ഞാനും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പപ്പയൊക്കെ കിടന്നിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നിശബ്ദമായി കിടക്കുന്ന സമയത്തൊക്കെ രാത്രിയൊക്കെ ഇറങ്ങോട്ടെ. ചിലപ്പോൾ ഞങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് പുറത്തിറങ്ങി നടക്കും. അങ്ങനെയൊക്കെ നല്ല രസമാണ്. അപ്പം അല്ലാതെ മുറ്റത്തേക്ക് ഇറങ്ങലൊക്കെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ പകൽ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ മുറ്റത്തുള്ള പൂവൊക്കെ കാണുന്നത് ആ സമയത്താണ്. ഞാൻ വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ റൂബിനെ ഒന്ന് കാറിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കറക്കാനൊന്നും കൊണ്ടുപോകണ്ട, നേരെ വീടിനകത്തേക്ക് തന്നെ കയറ്റിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേജിലില്ലേ ആ കൊച്ചിനെ എല്ലാ ഞായറാഴ്ചയും കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് കാണാം കേട്ടോ. ഈ റോളർ സ്കേറ്റിങ് അത് ചെയ്യണേണ്. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം നിന്ന് അത് എല്ലാ ഞായറാഴ്ചയും കറക്റ്റായിട്ട് അവിടെ ചെയ്യിക്കണ കാണാം. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് വഴിയിലേക്ക് ഇറക്കിയിട്ട് വഴി കൂടിയിട്ട് ഒക്കെ പ്രാക്ടീസൊക്കെ കൊടുക്കണ കാണാം. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞെ അവിടെ വന്നിട്ടൊരു സംശയത്തിൽ നിന്നത് ആ സ്കേറ്റ് ചെയ്യണ കുട്ടിയില്ലേ, ആ കുട്ടീനെ കണ്ടിട്ടാണ് നോക്കിയത് അങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്.
അങ്ങനെ ഞാൻ തത്തമ്മേന്ന് വിളിച്ചപ്പോഴത്തേക്കുമാണ് വന്ന് കാറിൽ കയറിയത്. ഭയങ്കര വെയിലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അപ്പോൾ അപ്പോൾ ചോദിച്ചു കറക്കണ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഭയങ്കര ചൂടാണ്, വീടിനകത്ത് കയറട്ടെ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ബേക്കറിയിൽ നിർത്തിയിട്ട് ഒരു ബ്രെഡും ഇത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ തലേ ദിവസത്തെ വെജിറ്റബിൾ സ്റ്റ്യൂ കഴിക്കേണ്ടവർക്ക് അങ്ങനെ ബ്രെഡിനെ കൂടിയിട്ട് കഴിക്കാം. പിന്നെ പുട്ടും തലേദിവസത്തെ മുട്ടക്കറിയും ഫ്രിഡ്ജിരിക്കുന്നുണ്ട്, അതും ഒരാൾക്ക് കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ 8:30 മണിയാകും കേട്ടോ. കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 8:30 മണിയാകും. പിന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേദിവസം കിട്ടിയ മൊമെൻ്റോയാണ് ആ മേശപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ അത് ബേക്കറിയിൽ നിന്ന് മേടിച്ചത് ബ്രെഡും പിന്നെ ഞാൻ 2 ക്രീം ബണ്ണ് കണ്ടു കഴിഞ്ഞപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. 2 ക്രീം ബണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നല്ല ചൂടുള്ള നെയ്യപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം. അപ്പം ഞാൻ വിചാരിച്ച് നെയ്യപ്പം ഞാൻ പഴംപൊരിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പഴംപൊരി ഉണ്ടായിരുന്നില്ല, വടയൊക്കെ ഉണ്ടാകും. വടയൊന്നും ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല, പരിപ്പ് വടയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നെയ്യപ്പം ഏതായാലും ഇഷ്ടമുണ്ടാകും പപ്പക്കെന്ന് വിചാരിച്ച് ഞാനത് 4 എണ്ണം, എനിക്ക് 2 എണ്ണം പപ്പക്ക് 2 എണ്ണം എന്നുള്ള കണക്കിനാണ് മേടിച്ചിട്ട്. ഞാനധികം നെയ്യപ്പം കഴിക്കൂല, എങ്കിലും ഈ നെയ്യപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് ഒന്ന് പുറത്തേക്ക് വെച്ച്. ഇനി ഇതിനകത്ത് പപ്പ മിക്കവാറും പുട്ടേ കഴിക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പുട്ടും മുട്ടക്കറിയും പപ്പ കഴിക്കും. അപ്പം ഞാനേതായാലും പുട്ടും മുട്ടക്കറിയും കൂടി പപ്പയ്ക്ക് ചൂടാക്കി കൊടുത്ത്. എനിക്ക് ബ്രെഡ് സ്റ്റ്യൂ ആണ് എനിക്കിഷ്ടം, വെള്ളയപ്പം സ്റ്റ്യൂ ആണ് ഇഷ്ടം. എങ്കിലും ഇനി വെള്ളയപ്പം ഉണ്ടാക്കാൻ വയ്യല്ല, അതുകൊണ്ട് ബ്രെഡ് ആക്കിയതാണ് ഞാൻ. അപ്പോൾ അത് പപ്പയ്ക്ക് എന്തായാലും ആ ബ്രെഡിൻ്റെ കൂടെ സ്റ്റ്യൂ ഒരിക്കലും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. മറ്റേ നമ്മൾ ബീഫ് സ്റ്റ്യൂ ആണെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പുട്ട് മുട്ടക്കറി പപ്പക്ക് കൊടുത്ത്. അങ്ങനെ ഞാനും കഴിച്ചിട്ട് അപ്പോൾ റായൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റായൻ പറഞ്ഞു എനിക്ക് ഒട്ടും കഴിക്കാൻ തോന്നല്ല മമ്മി, എനിക്ക് വേണ്ട, ഇന്ന് എനിക്ക് ഒട്ടും കഴിക്കാൻ തോന്നല്ല. റായനാകെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ നിൽക്കണേണല്ല, ഇതുവരെ ആയിട്ടില്ലല്ലോ പോകാൻ വേണ്ടിയിട്ട്, ഓരോ ഡേറ്റ് എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ റായൻ ഭയങ്കരമായിട്ട് മാനസികമായി തകർന്നടിഞ്ഞ് നിൽക്കണേന്ന് വേണം പറയാനെങ്കിലും നമ്മളങ്ങനെ ജീവിക്കാതെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കണേണ്. അപ്പോൾ അവനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ ഏതായാലും അവനൊന്നും കൊടുത്തില്ല, വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാച്ച് തുണി കഴുകിയതാണ് ഈ വിരിക്കുന്നത്. അടുത്ത ബാച്ച് ഞാൻ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ തുണി കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ചധികം തുണികളുണ്ട്. അപ്പോൾ 2ആയിട്ട് കഴുകാം. പോരാത്തത് ഞാൻ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുമൊക്കെ ചേർത്തൊക്കെ കഴുകണം. അപ്പോൾ അങ്ങനെ 2 തവണത്തെ തുണി കഴുകലുണ്ട്. പിന്നെ വേഗം വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഈ ഉടുപ്പ് മാറ്റിയിട്ടുണ്ടാകുന്നില്ല, ഏതായാലും ഇനി വാഷ് ചെയ്യും. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഇട്ടിട്ട് ഇന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നധികം കറികൾ വെക്കാനൊന്നുമില്ല. ഇന്നലത്തെ ചാള വറുത്തതിൻ്റെ ബാക്കിയുണ്ട്. എപ്പോഴും തലേദിവസത്തെ ഒരു കറിയുടെ ബാക്കി എന്തായാലും കാണും. പിന്നെ റയനാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നണില്ല മമ്മി, സ്പെഷ്യലായിട്ടൊന്നും ചെയ്യല്ലേ എന്ന് കൈയും കൂപ്പിയാണ് എന്നോട് പറഞ്ഞത്. ഒന്നും ചെയ്യല്ലേ. അപ്പം ഞാൻ ഇവിടെ ഇത്തിരി ബിരിയാണി വെക്കണം. വേണ്ട മമ്മി, എനിക്ക് അല്ലെങ്കിൽ തന്നെ മടുത്ത് ബിരിയാണി, പിന്നെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ കഴിക്കാനുള്ള മൂഡൊന്നും ഇല്ല, അതുകൊണ്ട് എന്തെങ്കിലും വേറെ നിസ്സാരമായിട്ട് വെച്ചാൽ മതി, എനിക്ക് വേണ്ടി സ്പെഷ്യലി ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ ചൂടല്ലേ, വെറുതെ ഇട്ട് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി എന്നെ തന്നെ ഞാൻ കൊല്ലണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചാള ഒരു സെറ്റെടുത്ത് പുറത്ത് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മീൻ കറി വെക്കാം, അത് മാത്രം വെച്ചാൽ മതി. പിന്നെ മീൻ വറുത്തതുണ്ട്, ചിക്കൻ കറിയും ബാക്കിയുണ്ട് കേട്ടോ. 2 ദിവസം മുൻപുള്ള ചിക്കൻ കറിയും തീർന്നിട്ടില്ല, അതും ബാക്കിയുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ റയന് കൊടുക്കാം. അപ്പോൾ ഇന്ന് സൺഡേ ആണ് എങ്കിൽ തന്നെയും പപ്പനെ വിട്ടിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിപ്പിച്ച് തീർന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ ചെറുനാരങ്ങ അത്യാവശ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ചെറുനാരങ്ങ വലുതേ മേടിക്കാൻ പാടുള്ളൂ, ചെറുതാണെങ്കിലും മേടിക്കാൻ പാടില്ല. അങ്ങനെ പപ്പ വേറെ എവിടേക്കെയോ പോയി വലിയ ചെറുനാരങ്ങയൊക്കെ മേടിച്ചിട്ടൊക്കെ വന്ന്. അപ്പോൾ കുക്കുംബർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കുക്കുംബർ അരിഞ്ഞിട്ട് റയന് കൊടുക്കുക, അത് ചിലപ്പോൾ കഴിച്ചേക്കും. അങ്ങനെ വേഗം അതിനകത്ത് നിന്നൊരു കുക്കുംബർ എടുത്തിട്ട് പിന്നെ പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്, എങ്കിലും പഴം ഞാൻ കൊടുത്തില്ല, അത്ര വലിയ താല്പര്യം കാണില്ല. കുക്കുംബറൊക്കെ കഴിക്കണത് ഇഷ്ടമാണ്. തക്കാളിയും കുക്കുംബറൊക്കെ അരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കഴിക്കും. ക്യാരറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റയൻ അങ്ങനെയാണ്, ഈ പച്ച സാധനങ്ങൾ കഴിക്കാൻ റയന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റയൻ ഇത് കേക്ക്, പേസ്ട്രി, പായസം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കൂലല്ലോ. നമ്മുടെ പരിപ്പ് പായസം കഴിക്കും കേട്ടോ, അല്ലാതെ സേമിയ പായസം, മറ്റേ പാലട അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. റയന് മധുരങ്ങൾ അങ്ങനെ ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ പച്ച കഴിക്കുന്ന സാധനങ്ങളാണ് റയന് ഏറ്റവും ഇഷ്ടം. സാലഡൊക്കെ കഴിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആൾ കഴിച്ചിട്ടാ, വേഗം തന്നെ കഴിച്ചു. അപ്പോൾ എനിക്കൊരു സമാധാനം. അങ്ങനെ ദേ 2ാമത്തെ തുണി വാഷ് ചെയ്തതൊക്കെ ഒന്ന് എടുത്ത് അതൊക്കെ പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്.
എന്ത് വേണം കുഞ്ഞിന്? കൊച്ചിനേടാ ആ ഒരേ ആ ഒരേ ഇറക്കി കൊടുത്താലോ? ഇറക്കിയാ കൊച്ചിനെ ഇറക്കി കൊടുക്കാം. എനിക്ക് കൊടുക്കരുത്, എനിക്ക് കൊടുക്കരുത്. കൊച്ചിന് അരിശമൊക്കെ കേറും. ഇതെടുത്താന്ന് പറയും. ഓക്കെ, സെറ്റായി. ഇനി എന്താണ് വേണ്ടത്? കുഞ്ഞിനെന്താ വേണ്ടത്? ക്യുക്കുംബറാ? കുഞ്ഞിന് വേറൊരു സാധനമല്ലേടാ പറഞ്ഞത്? ഒരു പേര് പറഞ്ഞല്ല. ബിസ്ക്കറ്റ് അറിഞ്ഞാ? അതിലൊന്നും ശരിക്കണില്ലതല്ല. സിക്കവാപ്പം മമ്മി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സിക്കവാപ്പം. വേറെന്താ കുഞ്ഞിന് വേണ്ടത്? നേരത്തെ എന്താ പറഞ്ഞു? മറന്നുപോയി. ചേട്ടൻ മമ്മി മറന്നുപോയി പറയാൻ, ഓർക്കണില്ല. എന്താണ് പൊന്നാ വേണ്ടത്? തത്തുമ്മോ? അല്ലടാ, കൊച്ചിനെ പാച്ചയും പാലും വേണോടാ? അറിയില്ല. ഇറക്കിയല്ലേടാ പറഞ്ഞത്? എന്ത് സാധനമാണ്? പൊന്നമ്മേ, എടുക്കടാ കുഞ്ഞിനെ, ഇറക്കി എടുക്കടാ. ഇങ്ങോട്ട് ഇടം കണ്ടിട്ട് നോക്കണേട്ടാ. തത്തുമ്മോ, കുഞ്ഞിന് എന്താണ് വേണ്ടത്? എന്താണ് കൊച്ചിന് വേണ്ടത്? എന്താണ്? ഇറക്കി വേണോ കുഞ്ഞിന്? എടാ ഇറക്കി എടുക്കടാ. കൊച്ചിനെ കണ്ണില്ലേ ഒന്ന് ക്ലീൻ ചെയ്യണം. എടാ വീടരുത് അങ്ങോട്ട് നീക്കി കാണിച്ചോട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ഇരിക്കേ. ഇതാണ് ഇറക്കി കൊച്ചിന്റെ. അതെ, മണം പിടിക്കാൻ തുടങ്ങി കേട്ടാ. വലിച്ചൂരിയ കത്തിയാണ് കൊച്ചിനത്. ഒരെണ്ണം കൂടി കൊടുത്താ ആദ്യട്ടാടാ കുഞ്ഞിന്. എവിടെ പൊന്ന? വീഴാതെ ഇപ്പുറത്തേക്ക് വന്നിട്ടത് അവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് പോന്ന്. ഇടക്ക് കൊച്ചിനെ വിഷമിപ്പിക്കാതെ കൊടുക്കും. എവിടെപ്പാ എന്നിട്ട് മാറ്റിക്കോട്ടെ, ഇനി കവർ കാണിക്കണ്ട. കൊച്ചിനതൊരു സന്തോഷമാണ്. അങ്ങനെ റൂബിനെ കുറച്ച് നേരം കളിപ്പിച്ച് ഏകദേശം ഒരു 11:30 മണിയപ്പോൾ ആയിട്ടുണ്ടാകുന്നുള്ളൂ. ഞാൻ അവിടെ കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങിപ്പോയിട്ടാ. ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് വന്നിട്ടാണ് ഫുഡൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീഡിയോ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും എൻ്റെ കസിൻ ചേട്ടൻ്റെ മോള് സ്നേഹയില്ലേ, ഞാൻ നേരത്തെ സ്നേഹനെയും മോളെയും വീഡിയോയിൽ കാണിക്കാറില്ലേ, അപ്പോൾ അവർ വരണുണ്ടെന്ന് പറഞ്ഞ്. കാരണം അവളുടെ ഹസ്ബൻഡ് റോണിഷ് ഒമാനിൽ നിന്ന് വന്നിട്ട് ലീവ് തീർന്ന് പോകാൻ ദിവസങ്ങളടുത്ത്. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വേഗം അവർക്ക് കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലിങ്കിറ്റിൽ നിന്ന് ചായക്കുള്ള പാലും ഒക്കെ മേടിച്ച് ഇത്തിരി ബിസ്ക്കറ്റൊക്കെ മേടിച്ച് അങ്ങനെ വേഗം ചായയൊക്കെ ഇട്ടിട്ടാ. അങ്ങനെ ചായ തിളക്കണ നേരത്തെ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊരു ഗ്യാതറിങ് കഴിഞ്ഞ് വന്നതുകൊണ്ട് അവർക്ക് ഒരു വയറ്റിലൊരു സൂചി കുത്താൻ ഇടവില്ലെന്ന് അവർ പറഞ്ഞു. അവർക്ക് ഒന്നും വേണ്ട, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്, ഒരു സാധനം എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ എടുത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് പോയെങ്കിൽ ചായ കുടിക്കാം. പിന്നെ ഞാൻ കൊക്കക്കോള അവിടെ കൊണ്ട് വെച്ച് ഇനി അവർക്ക് ദാഹിക്കണമെന്നുണ്ടെങ്കിലൊക്കെ കുടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ റോണിഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെയധികം സ്നേഹബന്ധമുള്ള ഒരാളാണ്. കാരണം നമ്മുടെ റൂബി കുഞ്ഞിനെ നമ്മൾക്ക് കൊണ്ടുവന്നത് റോണിഷാണ്. കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂബി കുഞ്ഞുള്ള ആ ഒരു സ്ഥലം കാണിച്ചു
വന്നതും ഇവിടുന്ന് പപ്പനെയും റിച്ചാർഡിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ റൂബി കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കാനൊക്കെ സഹായിച്ചത് റോണിഷായിരുന്നു. അത് ഞാറക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ റൂബി കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മേടിക്കുമ്പോൾ 10,000 രൂപക്കാണ് റൂബി കുഞ്ഞിനെ മേടിച്ചത്. അന്ന് റോണിഷാണ് പപ്പനെയും റിച്ചാർഡിനെയും കൊണ്ടുപോയി ഈ സ്ഥലം കാണിച്ചു തന്നത്. അപ്പോൾ അന്ന് റൂബി കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് റൂബി കുഞ്ഞിൻ്റെ കൂടെ ഒരു മെയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടിൽ ഏത് വേണമെന്ന് അവർ ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ പെണ്ണിനെ മതി എന്ന് പറഞ്ഞു. കാരണം റോണിഷിൻ്റെ വീട്ടിൽ ഒരു പഗ്ഗുണ്ട്, അത് മെയിലാണ്. അവനന്ന് 2 വയസ്സ് പ്രായം, ഡ്രാക്കോ എന്ന പേര്. അപ്പോൾ ഇവരെ മെയ്റ്റ് ചെയ്യിക്കണമെങ്കിലും ചെയ്യിക്കാമല്ല, അതുകൊണ്ട് രണ്ടിനെയുമാണ് വേണ്ട, ഒരു ആണുള്ള സ്ഥിതിക്ക് നമുക്ക് പെണ്ണിനെ മതി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് റൂബിനെ എടുത്തത്. ഇപ്പം നമ്മളുടെ റൂബി കുഞ്ഞിന് ഈ ജൂലൈയിലാകുമ്പോൾ 8 വയസ്സാകും. ഞങ്ങൾക്ക് കിട്ടിയത് ആഗസ്റ്റ് 5-ാം തീയതിയാണ്. ആഗസ്റ്റ് 5-ാം തീയതിയാണ് ഞങ്ങൾ അവളുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കണത്. പക്ഷേ അവൾക്ക് അപ്പോൾ 1 മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിലും റൂബി കുഞ്ഞ് ഇപ്പോൾ ഈ 8-ാമത്തെ വയസ്സിലും കന്യകയായി തന്നെയാണ് തുടരണത് കേട്ടോ. അങ്ങനെ ഡ്രാക്കോനെ നമ്മളിവിടെ കൊണ്ടുവന്ന് 2 ദിവസം നിർത്തിയിരുന്നു. പക്ഷേ നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ അടുത്ത് ഒരു കാര്യമൊന്നും നടന്നില്ല. ആ സമയത്ത് ഇവള് ഡ്രാക്കോ എന്നാണ് അവരുടെ പകിൻ്റെ പേര്, ഡ്രാക്കോനെ കടിച്ച് ഓടിച്ചെന്ന് വേണം പറയാനായിട്ട്. അവൻ പാവമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോണിഷിൻ്റെ അടുത്ത്. ആ ഡോഗ് എന്തൊരു പാവമായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവന് കണ്ണൊന്നും കാണാൻ വയ്യ, വല്ലാതെ വയസ്സായി അങ്ങനെ ഇരിക്കുന്നുണ്ട്, മരിച്ച് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ റൂബി ആദ്യം തന്നെ അവനെ കടിച്ച് ഓടിച്ച്. അപ്പോൾ 2 ദിവസം നമ്മളുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് അവൻ എല്ലാം സഹിച്ച് നിന്ന്, ഇവളുടെ എല്ലാ ശല്യങ്ങളും സഹിച്ച് അവൻ നിന്ന്. അവന് വലിയ ഇഷ്ടമായിരുന്നു ഇവിടെ നിൽക്കാൻ. ഞങ്ങൾക്കും അവന് ഇവിടെ നിർത്താനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇവൾ സമ്മതിക്കണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 2 ദിവസം നിർത്തിയിട്ട് നമ്മളുടെ ഡ്രാക്കോനെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയി അവിടെ കൊണ്ടാക്കി. ആദ്യം റോണിഷ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ആക്കി. കാരണം റൂബി ഒരു സ്നേഹവുമില്ല, വേറെ ഡോഗിൻ്റെ അടുത്തൊന്നും ഒരു സ്നേഹവുമില്ല. അങ്ങനെ മീറ്റിങ്ങിൻ്റെ പരിപാടികളൊന്നും തന്നെ നടന്നില്ല ഇതുവരെയും റൂബി. അതുകൊണ്ട് കന്യകയായിട്ട് എന്നെ തുടരുന്നു. അപ്പോൾ റോണിഷ് ഒമാനിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇവൾ ഒമാനിൽ തന്നെയായിരുന്നു. ഇവൾ ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞില്ല, സ്നേഹ ഡോക്ടറാണ്. ഈ മോളും ഒക്കെ എല്ലാവരും ഒമാനിൽ തന്നെയായിരുന്നു. അപ്പോൾ സ്നേഹയ്ക്ക് ഇവിടെ നല്ലൊരു ജോലി ശരിയായതുകൊണ്ട് സ്നേഹ മോളെ കൂടി ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം മോള് നമ്മളുടെ മക്കൾ പഠിച്ച ഡെൽറ്റ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൾ നല്ല സ്മാർട്ടാണ്. ഒരു കുഞ്ഞ് എന്നുള്ള ആ ഒരു ഇതിലല്ല അവൾ ശരിക്കും വളർന്നേക്കുന്നത്. അവൾക്ക് എല്ലാ സഹജീവികളോടും ഭയങ്കര കരുണയുള്ള കുഞ്ഞാണ്. പക്ഷെ അത് വലിയൊരു ആപത്തിലേക്കും വരാം. കാരണം അവർക്ക് തന്നെ പേടിയുണ്ട്. കാരണം വഴിയിൽ ഏത് ഡോഗ്, പൂച്ച, എന്ത് ജീവജാലങ്ങളൊക്കെ ഉണ്ടായാലും ഇവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമെന്നാണ് പറഞ്ഞത്. അവൾക്ക് അത്ര ഇഷ്ടമാണ്, അറപ്പില്ല, വെറുപ്പില്ല, അത്ര ഇഷ്ടം. ഇപ്പോൾ കണ്ടില്ലേ റൂബി കുഞ്ഞിനെ ചുറ്റി പറ്റി ഇങ്ങനെ നടക്കണേന്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു അപകടം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേ പിടിച്ചതാ, പൂച്ചയാണെങ്കിലും എന്തെങ്കിലും മാന്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്നുള്ളൊരു വിഷമം ഇവർക്കുണ്ട്. ഇവരുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും കുറേ പൂച്ചകളും കുറേ സംഭവങ്ങൾ ഇവരുടെ വീട്ടിലുണ്ട് കേട്ടോ. പേർഷ്യൻ ക്യാറ്റുകളൊക്കെ ഉണ്ട് ഇവരുടെ വീട്ടിൽ. അപ്പോൾ എല്ലാത്തിനെയും ഇവൾക്ക് വലിയ ഇഷ്ടമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കകൾ പാരൻസിനുണ്ട്, ഇവൾ പുറത്ത് പോയി കടി മേടിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ ഇല്ലേ, ഇവൾക്ക് അറിയാം ഇവിടെ എവിടേക്കാണ് ബിസ്ക്കറ്റ് ഇരിക്കണത്. അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ട്രീറ്റ് കൊടുത്തിട്ട് ഇവൾ പറയണത് അവനെ അനുസരിപ്പിക്കാൻ ശ്രമിക്കണേണ് അവൾ. അങ്ങനെ നമ്മളുടെ റൂബിക്കും ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ റൂബിക്ക് ഇവളെ പേടിയാണ്. സാധാരണ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേടിച്ചരണ്ട് മാറിയിരിക്കും. റൂബി ഭയങ്കര ഷോ കാണിക്കും. ഇതിപ്പോൾ റൂബി ഇവളെ പേടിച്ചാണ് ഓടുന്നത് കേട്ടോ. ഓരോ നമ്മുടെ കട്ടിലിൻ്റെ അടിയിലും സോഫയുടെ സെറ്റിയുടെ അടിയിലുമൊക്കെ റൂബി കുഞ്ഞ് കയറി ഒളിച്ചിരിക്കും കേട്ടോ. എങ്കിലും അവൾ ഒരു ബിസ്ക്കറ്റൊക്കെ കാണിച്ച് അതിനെ പുറത്താക്കി ചാടിച്ച് പുറത്ത് കൊണ്ടുപോകുന്നൊക്കെ കളിപ്പിക്കും കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ യാത്രയും പറഞ്ഞ് പോകണേ കേട്ടോ. ഇനി അവർക്ക് വേറൊരു പ്രോഗ്രാമുണ്ട്, അങ്ങോട്ടേക്കാണ് അവർ പോണത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്